ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 1-ാം തീയതി ചൈത്രമാസത്തിലെ പൗർണമിയാണ്, ചൈത്രപൂർണിമ. അന്ന് മറ്റു ധാരാളം വിശേഷങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പൗർണമി വ്രതത്തിൻ്റെ കഥയൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. ഇവിടെ 2026 ഏപ്രിൽ 1-ാം തീയതി മറ്റൊരു വിശേഷമുണ്ട്. അന്നാണ് പൈങ്കുനി ഉത്രം. ഉത്രം നക്ഷത്രം ആരംഭിക്കുന്നത് മാർച്ച് മാസം 31-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:20 മുതൽ ഏപ്രിൽ 1-ാം തീയതി വൈകുന്നേരം 4:17 വരെയാണ്. അതുകൊണ്ട് 1-ാം തീയതിയാണ് ഉദയത്തിൽ ഉത്രമുള്ള 1-ാം തീയതിയാണ് നമ്മൾ പൈങ്കുനി ഉത്രമായി ആചരിക്കുന്നത്. വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. അന്ന് ധാരാളം ദിവ്യമായ വിവാഹങ്ങൾ നടന്നിട്ടുള്ള ദിവസമാണ്. അന്നാണ് ശിവനും പാർവതിയും വിവാഹം കഴിച്ചത്. അന്നാണ് മുരുകദേവനും ദേവസേനയും വിവാഹം കഴിച്ചത്. അതുപോലെ സീതയും രാമനും വിവാഹം കഴിച്ചതും അന്നാണ്. തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും ഗൗരി കല്യാണം എന്ന പേരിൽ ഈ ദിവസം ആഘോഷിക്കാറുണ്ട്. അതുപോലെ മഹാലക്ഷ്മി അവതരിച്ചത്, പാൽക്കടലിൽ മഹാലക്ഷ്മി അവതരിച്ചത് അന്നാണ് എന്ന് പറയുന്നു. അയ്യപ്പസ്വാമിയുടെ ജനനം അന്നാണ് സംഭവിച്ചത്. അതുകൊണ്ട് അയ്യപ്പ ജയന്തിയായിട്ടും ആഘോഷിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ചൈത്രമാസത്തിലെ പൗർണമി. നമുക്ക് ശിവനും പാർവതിയും വിവാഹം കഴിച്ച കഥയും, അതുപോലെ മുരുകദേവനും ദേവസേനയും വിവാഹം കഴിച്ച കഥയും, അതുപോലെ രാമനും സീതയും വിവാഹം കഴിച്ച കഥയും നമുക്ക് പറയാം. ഇന്ന് നമുക്ക് മുരുകനും ദേവസേനയും തമ്മിലുള്ള വിവാഹം അതാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അവസാനം വരെ ഇരുന്ന് ഈ കഥ നിങ്ങൾ കേൾക്കണം. മുരുകദേവന്റെ അവതാരം തന്നെ ശൂരപത്മാസുരനെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ദേവന്മാർക്ക് ആ അസുരൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയും ശൂരപത്മാസുരനെയും കൂട്ടാളികളെയും വധിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ശിവപുത്രൻ ഉണ്ടാകാനായിട്ട് ബ്രഹ്മദേവൻ ആഗ്രഹിക്കുകയും അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട്, ദേവേന്ദ്രൻ്റെയും ബ്രഹ്മദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഭഗവാൻ മഹേശ്വരൻ പാർവതീദേവിയെ വിവാഹം കഴിക്കുന്നു. പിന്നീടാണ് ശരവണപ്പൊയ്കയിൽ ഭഗവാൻ അവതരിക്കുന്നത്. ഇവിടെ അതിനുശേഷം ശൂരപത്മാസുരനെ മുരുകദേവൻ നിഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം ദേവരാജാവായ ഇന്ദ്രൻ തനിക്ക് ദേവലോകവും ദേവരാജ പദവിയും തിരികെ തന്ന് അനുഗ്രഹിച്ച വേലായുധ സ്വാമിക്ക് തൻ്റെ ഓമനപുത്രിയായ ദേവസേനയെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിക്കുകയാണ് ദേവേന്ദ്രൻ. തൻ്റെ ആഗ്രഹം മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും ദേവേന്ദ്രൻ അറിയിക്കുന്നു. അവർക്ക് വളരെയധികം സന്തോഷമായി. അതിനുശേഷം അവരെല്ലാവരും കൂടി ഈ വിവരം ചെന്ന് കൈലാസത്തിൽ ചെന്ന് പാർവതീദേവിയോടും അതുപോലെ മഹേശ്വരനോടും പറയുന്നു. അവർക്ക് രണ്ടുപേർക്കും വളരെയധികം സന്തോഷമാണ് ഈ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായത്. അതിനുശേഷം ദേവേന്ദ്രൻ ദേവന്മാരോടൊത്ത് മുരുകദേവനെ കാണാനായിട്ട് പോകുന്നു. മുരുകദേവന്റെ സന്നിധിയിലെത്തിയ ഇന്ദ്രൻ തൻ്റെ മകളെ സ്വീകരിക്കണമെന്ന് വേലായുധ സ്വാമിയോട് അപേക്ഷിക്കുന്നു. സ്കന്ദൻ അത് സമ്മതിക്കുന്നു. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ദേവേന്ദ്രൻ എല്ലാ രാജാക്കന്മാർക്കും ദേവന്മാർക്കും മഹർഷിമാർക്കും ഒക്കെ തന്നെ ദൂതന്മാർ മുഖാന്തിരം വിവാഹ വാർത്ത അറിയിക്കുന്നു. തിരുപ്പുറംകുണ്ട്രം തമിഴ്നാട്ടിലാണ്. തിരുപ്പുറംകുണ്ട്രത്തിൽ കതിർ മണ്ഡപവും അതിഥി മന്ദിരങ്ങളും അലങ്കാര ഗോപുരങ്ങളും ആഡംബരപൂർവം പണിയൊരുക്കുന്നതിനായിട്ട് ദേവരാജാവായ ഇന്ദ്രൻ ദേവശില്പിയായ മയനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ആശീർവാദത്തോടുകൂടി തിരുപ്പുറംകുണ്ട്രത്തിൽ വെച്ച് വേലായുധ സ്വാമിയുടെയും ദേവസേനയുടെയും വിവാഹം ആഡംബരപൂർവം നടക്കുന്നു. പഴയ പാണ്ഡ്യരാജാവിൻ്റെ തലസ്ഥാനമായ മധുരയുടെ ദക്ഷിണ പശ്ചിമ ഭാഗത്തായി ഉദ്ദേശം 5 മൈൽ
അകലെയായിട്ടാണ് തിരുപ്പുറം കുണ്ട്രം സ്ഥിതി ചെയ്യുന്നത്. ഈ മല മഹാമേരുഗിരിയുടെ ശൃംഖങ്ങളിലൊന്നായ സത്യം എന്ന ശൃംഖമാണ് എന്ന ഒരു അഭിപ്രായവുമുണ്ട്. പണ്ട് വായു ഭഗവാനും ആദിശേഷനും തമ്മിൽ ഒരു ബലപരീക്ഷണം നടന്നപ്പോൾ തൻ്റെ അസാമാന്യമായ ശക്തി വൈഭവം കൊണ്ട് വായുദേവൻ മഹാമേരു പർവ്വതത്തിൽ നിന്നും ഇളക്കിയെടുത്തുകൊണ്ടുവന്ന് പതിപ്പിച്ചതായിട്ടും പുരാണങ്ങൾ തിരുപ്പുറം കുണ്ട്രത്തെ പറ്റി പറയുന്നുണ്ട്. ശൂരപത്മാദി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരുടെ ദുഃഖങ്ങൾ അകറ്റിയ സ്കന്ദദേവൻ ദേവേന്ദ്രന്റെ പുത്രിയായ ദേവസേനയെ പാണിഗ്രഹണം ചെയ്തതും ഈ തിരുപ്പുറം കുണ്ട്രത്തിൽ വെച്ചാണ് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഇന്നും തിരുപ്പുറം കുണ്ട്രം എന്ന ആ ഒരു പ്രദേശവും അവിടെയുള്ള മുരുക ദേവാലയവും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പലതരത്തിലുള്ള കേസുകളും പ്രശ്നങ്ങളുമൊക്കെ തിരുപ്പുറം കുണ്ട്രവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പത്രവാർത്തകളിൽ കൂടി അറിയാനായിട്ട് സാധിക്കും. എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെയും ദേവസേനയുടെയും വിവാഹം നടന്ന ആ വിവാഹ മണ്ഡപം ഉൾപ്പെടെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. ഭഗവാന്റെ വിവാഹം നടന്ന ആ സ്ഥലവും ആ മണ്ഡപവും അതുപോലെ തന്നെ ഭഗവാന്റെ വിവാഹം നടന്ന സമയത്ത് ബ്രഹ്മദേവൻ അവിടെ ആ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കുന്ന ആ ഒരു രൂപവും ഒക്കെ തന്നെ നമുക്ക് അവിടെയുള്ള തൂണുകളിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഭഗവാന്റെ വിവാഹം ആരാണ് കർമ്മിയായി ഇരിക്കുന്നത്, അതുപോലെ മറ്റ് വിശിഷ്ട അതിഥികൾ ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെയുള്ള തൂണുകളിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത്രത്തോളം പ്രാധാന്യമുള്ള ദിവസമാണ് ഏപ്രിൽ 1-ാം തീയതി. അതുപോലെ അവിടെ ഒരു കിണറുണ്ട്, അതായത് സ്വാമി കിണർ, ബ്രഹ്മകൂപം എന്നറിയപ്പെടുന്ന ഒരു തീർത്ഥം. ആ തീർത്ഥക്കുളത്തിൽ സ്നാനം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഗണപതിയുണ്ട്. ആ ഗണപതിയെയും ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറാവ്യാധികൾ മാറും എന്ന ഒരു വിശ്വാസമുണ്ട്. പാണ്ഡ്യരാജാവിൻ്റെ കുഷ്ഠരോഗം അങ്ങനെ മാറി എന്നാണ് പറയുന്നത്. ഇന്നും ധാരാളം ആളുകൾ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, ഈ രോഗസംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കൊക്കെ തന്നെ ഒരു ഫലം ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അതായത് അവരുടെ അസുഖങ്ങളൊക്കെ ശമിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ പുണ്യമായ ഒരു പ്രദേശമാണ്. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രദേശം തന്നെയാണ്. കാരണം വിവാഹം നടന്ന സമയത്തെ പല അടയാളങ്ങളും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. കുറച്ചു കാലം ഭഗവാൻ ദേവസേനയുമൊത്ത് അവിടെ തന്നെ താമസിച്ചു എന്നാണ് സ്കന്ദപുരാണം പറയുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ഒരു പുണ്യപ്രദേശമായി കണ്ടുകൊണ്ട് എല്ലാവരും ആരാധിക്കണം, പ്രാർത്ഥിക്കണം. കഴിയുന്ന ആളുകൾ എല്ലാവരും തന്നെ തിരുപ്പുറം കുണ്ട്രത്തിൽ പോയി ഭഗവാന്റെ ആ കല്യാണ മണ്ഡപവും ഒക്കെ ദർശിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കലിയുഗത്തിൻ്റെ, ഈ കാലഘട്ടത്തിൻ്റെ ഈശ്വരനാണ് വേലായുധ സ്വാമി. ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങൾ അവസാനിക്കുകയും ഒരു ശരിയായ വഴി അത് ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് തെളിച്ച് ഇട്ടു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ ശിവപാർവതി വിവാഹം, രാമൻ സീത വിവാഹം, ഈ 2 കഥകൾ കൂടി നമുക്ക് അടുത്ത ദിവസം പറയാം. നിങ്ങൾ ആ കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.